Chapter 2 Mathematics +2 Inverse Trigonometry Functions in part 2 video. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂസ് ആണ് കണ്ടുപിടിച്ചത്. അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത കൺസെപ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലകൾ, ട്രിഗണോമെട്രിയിലെ ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ സൈഡിൽ എഴുതിത്തരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എപ്പോഴും ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് അഥവാ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ LHS എന്താണെന്ന് എഴുതണം. LHS is equal to 3 sin inverse x ആണ്. അപ്പോൾ ഇവിടെ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്താൽ put x is equal to sin theta. That becomes 3 sin inverse sin theta എന്ന് വരും. അപ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയുടെ ഫോർമുല ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ എഴുതി കാണിക്കാം, നിങ്ങൾക്കത് എഴുതിയെടുത്താൽ മതി. അപ്പോൾ 3 തീറ്റ എന്ന് വരും. ദിസ് ഈസ് 3 തീറ്റ. RHS സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബാണ്. അവിടെയും എക്സിന് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. അവിടെ ഒരു ഫോർമുല ഉണ്ട്, സൈൻ 3 തീറ്റയുടെ ഫോർമുലയാണ്. സൈൻ 3 തീറ്റ എന്ന് പറയുന്നത് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റയാണ്. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ അവിടെ നമുക്ക് സൈൻ 3 തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ. അപ്പോൾ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ തീറ്റയായ സ്ഥിതിക്ക് സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ തീറ്റയായി. അപ്പോൾ ഇവിടെ LHSഉം RHSഉം സെയിം ആണ്. സോ LHS is equal to RHS. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, LHS പ്രൂവ് ദാറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ജനറലായിട്ട് നമ്മൾ LHS എടുക്കുക, അത് ചെയ്ത് നോക്കുക. അപ്പോൾ LHS ചെയ്യുമ്പോൾ 3 സൈൻ ഇൻവേഴ്സ് എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ 3 സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് വരും. സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റയുടെ ഫോർമുല തീറ്റയാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് സൈൻ y is equal to സൈൻ ആയിരിക്കും. ഇൻവേഴ്സ് അത് വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. RHS ഓൾറെഡി സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബാണ്. എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് വരും. അപ്പോൾ അത് സൈൻ 3 തീറ്റയുടെ ഫോർമുലയാണ്. അപ്പോൾ നമുക്കതിന് പകരം സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് 3 തീറ്റ എന്ന് കിട്ടും. ദെർഫോർ LHS is equal to RHS. അപ്പോൾ അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, നന്നായിട്ട് നോക്കുക. അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് 3 cos ഇൻവേഴ്സ് x is equal to cos ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x. അപ്പോൾ ഇവിടെയും പ്രൂവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി LHS എന്ന് പറയുന്നത് 3 cos ഇൻവേഴ്സ് x ആണ്. കോസ് ആയതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ x is equal to cos തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ LHSൻ്റെ സ്ഥാനത്ത് 3 cos ഇൻവേഴ്സ് cos തീറ്റ എന്ന് വരും. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ ഇറ്റ് ഈസ് 3 ഇൻറ്റു തീറ്റ എന്നായി. ഇനി RHS ചോദ്യത്തിൽ RHS റൈറ്റ് ഹാൻഡ് സൈഡ് കോസ് ഇൻവേഴ്സ് 4x ക്യൂബ് മൈനസ് 3x. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് കോസ് തീറ്റ എന്ന് കൊടുക്കുമ്പോൾ 4 cos ക്യൂബ് തീറ്റ മൈനസ്
3 കോസ് തീറ്റ. എഗെയിൻ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. നേരത്തെ സൈൻ തീറ്റ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ കോസ് 3 തീറ്റയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്. 4 കോസ് ക്യൂബ് തീറ്റ മൈനസ് 3 കോസ് തീറ്റ. അപ്പോൾ അത് ഫൈനലായിട്ട് കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റ. അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ 1 തീറ്റ ആയ സ്ഥിതിക്ക് കോസ് ഇൻവേഴ്സ് കോസ് 3 തീറ്റ എന്നുള്ളത് 3 തീറ്റയാവും. സോ LHS is equal to 3 theta, RHS is equal to 3 theta. So finally LHS becomes RHS. Okay. അടുത്ത ചോദ്യം, സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇപ്പോൾ ഇവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് സൈൻ തീറ്റയാണ്. അപ്പോൾ വീണ്ടും ഷോ ദാറ്റ് വരുമ്പോൾ നമുക്ക് LHS എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അവിടെ എക്സിന് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അവിടെയും ഫോർമുല വരുന്നുണ്ട്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് റൂട്ട് കോസ് സ്ക്വയർ തീറ്റയാവും. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ ബിക്കംസ് കോസ് തീറ്റ. അപ്പോൾ അത് സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്നായി. വീണ്ടും ഫോർമുല വരുന്നു. 2 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് ഫോർമുല ഉണ്ട്. സൈൻ 2 തീറ്റയാണ്. സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു